നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ? എന്നാൽ പ്രേതത്തിലും ചെകുത്താനിലും ആത്മാവിലൊക്കെ വിശ്വസിക്കേണ്ടി വരും. നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന ഏതൊരാളും പണ്ട് മുതലേ പലതവണ കേട്ടൊരു കാര്യമായിരിക്കും ഇത്. ഇതൊക്കെ സത്യമാണെന്ന് പറഞ്ഞുറപ്പിക്കുന്ന പല കെട്ടുകഥകളും ആ കഥകളിൽ നിറഞ്ഞിരിക്കുന്ന പല സ്ഥലങ്ങളും നൂറ്റാണ്ടുകൾക്കിപ്പുറവും നമ്മുടെ നാട്ടിലുണ്ട്. അത്തരത്തിലൊരു പ്രേതകഥയിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരത്ത് നിന്ന് 40 കിലോമീറ്റർ മാറിയുള്ള മലയോര ഗ്രാമമായ ബോണക്കാട് സ്ഥിതി ചെയ്യുന്ന 25 GB ബ്രിട്ടീഷ് ബംഗ്ലാവ്, ദ മോസ്റ്റ് ഹോണ്ടഡ് പ്ലേസ് ഇൻ കേരള. കഥകളുടെ ആഴം അന്വേഷിച്ചു പോയാൽ ചെന്നെത്തുന്നത് 1850-ലാണ്. 1850 ബ്രിട്ടീഷുകാർ നിർമ്മിച്ച 1414 ഏക്കർ വിസ്തൃതിയുള്ള ബോണക്കാട് എസ്റ്റേറ്റ്. അവിടെ ജോലി ചെയ്യാനായി എത്തിയ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും തൊഴിലാളികൾ. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും കേരളത്തിന്റെ ലാൻഡ്സ്കേപ്പും അതിന്റെ ഭംഗിയൊക്കെ പെട്ടെന്ന് ഉപേക്ഷിച്ചു പോകാൻ ബ്രിട്ടീഷുകാർക്ക് മനസ്സുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഇന്നും നിലനിൽക്കുന്ന ഈ പ്രേതകഥയുടെ തുടക്കം അവിടെ നിന്നാണ്. 1951 ബ്രിട്ടീഷുകാരനായ എസ്റ്റേറ്റ് മാനേജർ തന്റെ കുടുംബവുമൊത്ത് താമസിക്കാനായി ബ്രിട്ടീഷ് ആർക്കിടെക്ചറിൽ പണിയെടുപ്പിച്ചതായിരുന്നു ഈ ബംഗ്ലാവ്. എന്നാൽ അധികം വൈകാതെ തന്റെ 13 വയസ്സുള്ള മകൾ ദുരൂഹ സാഹചര്യത്തിലൂടെ കൊല്ലപ്പെടുകയും മാനേജറും കുടുംബവും ബംഗ്ലാവ് ഉപേക്ഷിച്ച് തിരികെ ലണ്ടനിലേക്ക് പോവുകയും ചെയ്യുന്നു. തുടർന്ന് ഈ ബംഗ്ലാവിൽ താമസിക്കാനെത്തിയ പലരും ഒരു പെൺകുട്ടിയെ കണ്ടുവെന്നും അതോടെ എന്നേക്കുമായി ബംഗ്ലാവ് ഉപേക്ഷിച്ചതും തുടങ്ങിവെച്ച പ്രേതകഥയെ ഒരു ഇന്റർവെൽ സീനിലേക്ക് എത്തിച്ചു. എന്നാൽ ഈ കഥയെ ഒന്നുകൂടെ ഊട്ടിയുറപ്പിക്കാൻ പിന്നീട് വന്ന ചില സംഭവങ്ങൾക്ക് കഴിഞ്ഞു. പിറകു ശേഖരിക്കാൻ എത്തിയ പ്രദേശവാസിയായ ഒരു പെൺകുട്ടി ബംഗ്ലാവിന്റെ പരിസരത്ത് അസാധാരണമായി എന്തോ കണ്ട് പേടിക്കുകയും തിരികെ വീട്ടിലെത്തി എഴുത്തോ വായനയോ നേരെ അറിയാത്ത അവൾ ഇംഗ്ലീഷ് സംസാരിക്കുകയായിരുന്നുവെന്നും അധികം താമസിയാതെ അവൾ മരണപ്പെടുകയും ചെയ്തു എന്നത് ഈ ബംഗ്ലാവിനെ കൂടുതൽ നിഗൂഢതയിലേക്ക് കൊണ്ടുപോയി. കൂടാതെ തൊഴിലാളി യൂണിയന്റെ പ്രശ്നങ്ങൾ കൊണ്ട് പൂട്ടിപ്പോയ തേയില ഫാക്ടറിയും പ്ലാന്റേഷനും തീർത്തും ഈ നാട് ഉൾവലിയുന്നതിന് കാരണമായി. കഥകൾ എന്തോ ആയിക്കോട്ടെ, ചരിത്ര പ്രാധാന്യമുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു നിർമ്മിതി ഇന്ന് ഏകദേശം നാശത്തിന്റെ വക്കിലാണ്. ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധർ പ്രേതത്തിന്റെ കയ്യിൽ നിന്നൊക്കെ പിടിച്ചു വാങ്ങി അതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു.